ജ്യോതിസ് എഡ്യൂടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും കുഞ്ഞുങ്ങളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വളർച്ച, കുഞ്ഞുങ്ങളുടെ ഓരോ മൈൽ സ്റ്റോൺസ്, വിദ്യാഭ്യാസം, കുരുന്നു പ്രായത്തിലുള്ള അവരുടെ അറിവുകൾ അവർ സ്വാംശീകരിക്കുന്നത്, അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരത് കുഞ്ഞുങ്ങൾ എത്രത്തോളം അത് അവരുടെ സംസാര രീതിയിലും അവരുടെ വാക്കുകളുടെ പ്രയോഗങ്ങളിലും ഒക്കെ മുതിർന്നവരുടെ സംസാരവും മറ്റും സ്വാധീനിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾക്കറിയാം. നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ECC എന്നുള്ള ഒരു കോഴ്സ് തന്നെ പുതുതായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. പല സ്കൂളുകളിലും അല്ലെങ്കിൽ അംഗനവാടികളിലും കിൻഡർ ഗാർഡനുകളിലും ബാലവാടികളിലും ഒക്കെ ഇത് ആരംഭിക്കേണ്ടതാണ്. ആരംഭിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും 5 വയസ്സിൽ അതല്ലെങ്കിൽ 5-ോ 6-ഓ വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർത്തിരുന്ന പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി കുട്ടികളെ LKG UKG ക്ലാസ്സിൽ നിന്ന് തുടർന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക്, അതിന് മുൻപായി തന്നെ പ്രീ-KGയിൽ ചേരുന്ന ഒരു സമീപനവും ഇപ്പോഴുണ്ട്. ഇവയെക്കാളൊക്കെ ഉപരി അതിന് മുൻപുമുള്ള 3 വയസ്സിന് മുൻപുള്ള പ്രായത്തിൽ ആണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ 80% പൂർണ്ണമാകുന്നത്. 6 വയസ്സെത്തുമ്പോഴേക്കും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് 95% പൂർത്തിയാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-ാം ക്ലാസ്സിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുവാൻ സ്കൂളുകളിൽ ചേർക്കുന്നതിന് മുൻപ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അനുസൃതമായിട്ടുള്ള ഒരു പഠനം, അല്ലെങ്കിൽ അവർ സ്വന്തം ഒരു വ്യക്തിത്വ രൂപീകരണം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുവാൻ, നേടിയെടുക്കുവാൻ അവർ ഒറ്റയ്ക്കല്ല വളരേണ്ടത്. അഥവാ അച്ഛനമ്മമാരോട് മാത്രം ഒരുമിച്ചല്ല വളരേണ്ടത്. അതല്ല ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ മറ്റ് മുതിർന്നവരോ വീട്ടിലുണ്ടെങ്കിൽ അവരുമായിട്ട് മാത്രം ഇഴുകിച്ചേർന്നല്ല വളരേണ്ടത്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ അവരുടെ സംസാരശേഷിയായിരുന്നാലും അവരുടെ തിരിച്ചറിവുകളായിരുന്നാലും ഐഡൻറ്റിഫിക്കേഷനായിരുന്നാലും അവരുടെ ലിസണിങ്, സ്പീക്കിംഗ് തുടങ്ങിയുള്ള സോഫ്റ്റ് സ്കിൽസ് ഉൾപ്പെടെയുള്ളവ വികസിക്കുന്നത് അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് 1, 2, 3 വയസ്സിൻ്റെ പ്രായ വ്യത്യാസമാകാം. എന്നാലും സമപ്രായക്കാരുമായി കുഞ്ഞുങ്ങൾ എത്രത്തോളം ഇണങ്ങിച്ചേർന്നുകൊണ്ട് അവർ വളരുന്നുവോ അത്രത്തോളം അവരുടെ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജസിൽ സാരമായ സ്വാധീനം ചെലുത്താൻ സമപ്രായക്കാർക്ക് കഴിയും. അതുകൊണ്ടാണ് പിയർ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിൽ പറയും. എന്നാൽ ആ പിയർ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സ് നടക്കേണ്ടത് കഴിയുന്നതും 3 വയസ്സിന് മുൻപ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്. അത് രക്ഷിതാക്കൾ, ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ ന്യൂജൻ പാരൻസ് എന്നൊക്കെ വിളിക്കുന്ന യങ് പാരൻസായിട്ടുള്ള മാതാപിതാക്കൾ മനസ്സിലാക്കണം. അവരെ കുഞ്ഞുങ്ങളെ വാസ്തവത്തിൽ വീട്ടിലെ 4 വയസ്സോ 5 വയസ്സോ വരെ ഒരുമിച്ച് പുറത്തു വിടാതെ വളർത്തുന്നത് ഒട്ടും നല്ലൊരു സമീപനമല്ല. 1 വയസ്സോ 1.25 വയസ്സോ 1.5 വയസ്സിനോ ഉള്ളിൽ ഡേ കെയറുകളിൽ വിടാവുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണമെന്ന് മാത്രം. കുഞ്ഞുങ്ങളെ അത്രയധികം കെയർ ചെയ്യുന്ന, അതുകൊണ്ടാണ് ഡേ കെയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലാവുമ്പോൾ ഡേ കെയർ ഇപ്പോൾ 70-ഓ 80-ഓ വയസ്സ് കഴിഞ്ഞ പ്രായാധിക്യമുള്ള വൃദ്ധസദനങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളതുപോലെ മറ്റുള്ളതെല്ലാം ഡേ കെയറുകൾ എന്ന് പറയുന്നത് പ്രായാധിക്യം കൊണ്ട് അസുഖബാധിതരായോ ആകാതെയോ ആരുടെയും സംരക്ഷണം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മൾ ഡേ കെയർ എന്ന് വിളിക്കുന്നത് തീർച്ചയായും കുഞ്ഞുമക്കളുടെ കെയർ എത്രത്തോളം സുരക്ഷിതമായിട്ട് സേഫ് ആൻഡ് സെക്യൂറായിട്ട് ഓരോ സ്ഥാപനങ്ങൾ അവരെ പരിചരിക്കുന്നു, അവരെ പരിപാലിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അതേ പ്രായത്തിലുള്ള കൂടുതൽ കുഞ്ഞുങ്ങൾ ഒരു ഡേ കെയറിൽ ഉണ്ടെന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ ഒരു കുട്ടിയാവാം, പക്ഷേ 1 മാസം കൊണ്ടോ 2-3 മാസങ്ങൾ കൊണ്ടോ അവിടെ 5, 8, 10 കുഞ്ഞുങ്ങൾ അതേ പ്രായത്തിലുള്ളവർ ഉണ്ടായിരിക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ പരസ്പരം സംസാരിച്ചും പരസ്പരം
പല കാര്യങ്ങൾ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തും ഇപ്പോൾ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആ പ്രായത്തിൽ കഴിയും. 2 വയസ്സ് 3 വയസ്സുള്ള പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ നിറങ്ങൾ വ്യത്യസ്തമായിട്ട് തിരിച്ചറിയുന്നത്. അത് റെഡാണോ ഗ്രീനാണോ ബ്ലൂ ആണോ എന്നൊക്കെ ഉള്ളത് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, യെല്ലോയൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുട്ടികൾക്ക് കഴിയും. അതുപോലെ തന്നെയാണ് ബേർഡ്സ്, അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, ഇവയൊക്കെ കുട്ടികൾ തിരിച്ചറിയുന്ന പ്രായമെന്ന് പറയുന്നത് 2, 3, 4 വയസ്സിനുള്ളിലുള്ള സമയത്ത് തന്നെ അവർക്ക് ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഒരു ഫോമൽ എഡ്യൂക്കേഷനിലേക്ക് 4 വയസ്സ് കഴിയുമ്പോൾ പ്രവേശിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആൽഫബറ്റ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പതിയെയാണ് അവർ യഥാർത്ഥത്തിൽ ഓരോ ആൽഫബറ്റും ഏതൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കുക, നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അവർക്ക് ഓർത്തു വയ്ക്കാൻ, മെമ്മറൈസ് ചെയ്യാൻ കഴിയുക. അതിന് മുൻപായി തന്നെ കഴിയുന്ന ഇത്തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻസ്, ഓരോ സാധനങ്ങളും എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കുട്ടികൾക്ക് വളർന്നു വരുന്ന ഈ ഒരു വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സ്, 2.5 വയസ്സ്, 3 വയസ്സിലാണ്. ആദ്യത്തെ ഈ 1 വയസ്സിനകത്ത് തന്നെ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ അമ്മയെ കണ്ടാൽ തിരിച്ചറിയും, അച്ഛനെ കണ്ടാൽ തിരിച്ചറിയും. അവരുടെ സുരക്ഷിതത്വ ബോധം കുഞ്ഞുങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപരിചിതരെടുത്ത് കുഞ്ഞുങ്ങൾ പോകില്ല. കാരണം അവർക്കത് അപരിചിതരാണെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് അത് എല്ലാവരും അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥിരമായി കാണുന്ന വ്യക്തികൾ, അത് അച്ഛനും അമ്മയും അമ്മമ്മയും അപ്പനും അല്ലെങ്കിൽ മറ്റ് മുതിർന്നവർ ആരൊക്കെയാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അവരുടെ അടുത്ത് മാത്രമേ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഇടപഴകുവാൻ അവർ ആഗ്രഹിക്കുകയുള്ളൂ. അല്ലാതെ അവരിതിനെ പെട്ടെന്ന് കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് കളേഴ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബേർഡ്സും ആനിമൽസും മറ്റെല്ലാം നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുമ്പോൾ അവയൊക്കെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഷുഗറോ അല്ലെങ്കിൽ സോൾട്ട് രണ്ടും തിരിച്ചറിഞ്ഞില്ലെങ്കിലും അത് വൈറ്റ് ആയതുകൊണ്ട് മനസ്സിലാവും. അല്ലെങ്കിൽ പലതും അവർക്ക് അത്തരത്തിലുള്ള നമ്മുടെ നിത്യോപയോഗം, അല്ലെങ്കിൽ സ്പൂണോ ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റ് വെസൽസോ ഒക്കെ തന്നെ കുട്ടികൾ അവർക്ക് പരിചയപ്പെടുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പതിയെ അവർക്ക് 2 ലെറ്റേഴ്സ് ചേർന്നുള്ള വാക്കുകൾ ഒരുമിച്ച് ചേർന്ന് ഇംഗ്ലീഷിലായിരുന്നാലും മലയാളത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അതും അവർക്ക് വായിക്കാൻ കഴിയും. അതുപോലെ 3 ലെറ്റേഴ്സ് ഒരു 4 വയസ്സ് 5 വയസ്സിനകത്ത് 3 വയസ്സ് 4 വയസ്സിനുള്ളിൽ തന്നെ കുട്ടികൾ യഥാർത്ഥത്തിൽ 3 or 4 വാക്കുകൾ ചേർന്നുള്ളൊരു വാചകം അവർക്ക് പെട്ടെന്ന് വായിക്കാൻ, അവർക്ക് കേൾക്കാൻ, അവർക്ക് സംസാരിക്കുവാൻ ഉള്ളൊരു പ്രാപ്തി കുട്ടികൾ നേടുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം നേടിയെടുക്കണമെങ്കിൽ മുതിർന്നവരുടെ സംസാരത്തിന് ഉപരിയായിട്ട് അതേ സമപ്രായക്കാരുമായ കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തുവാനുള്ള സന്ദർഭവും സാഹചര്യവും രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡേ കെയറുകളും കിൻഡർ ഗാർഡനുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കുക. അവർ സമപ്രായക്കാരുമായിട്ട് ചേർന്ന്, പിയർ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് വളരെ രസകരമായിട്ട് പരസ്പരം അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും വാസനകളും ഒക്കെ ഷെയർ ചെയ്ത് വളരുവാനുള്ള സാഹചര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഈ പറഞ്ഞ 80%, അതിനുശേഷം വരുന്ന 95%ഉള്ള വളരെ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അവരുടെ ന്യൂറോൺസിൻ്റെ ഒരു വളർച്ചയും സെൽസിൻ്റെ ഗ്രോത്തും ഇവയെല്ലാം മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഈ പ്രായം കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുവാൻ രക്ഷിതാക്കൾ തയ്യാറാകുക.